BJPയിലെ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട പരാതി പരിശോധിക്കാൻ അച്ചടക്ക സമിതി. മുൻ DGPമാരായ R. ശ്രീലേഖയുടെയും ജേക്കബ് തോമസിന്റെയും നേതൃത്വത്തിലുള്ള 11-അംഗ സമിതിയാകും ഇക്കാര്യം പരിശോധിക്കുക. അല്ല, ഈ മുൻ DGP ആയ R. ശ്രീലേഖ അച്ചടക്കം പഠിപ്പിക്കും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം പലപ്പോഴും പാർട്ടി വെട്ടിലാക്കിയ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് ഈ R. ശ്രീലേഖയാണ്. ജേക്കബ് തോമസ് അടക്കമുള്ളവർ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് 11-അംഗ സമിതിയാണ് ഇക്കാര്യം പരിശോധിക്കുക. പാർട്ടിക്കുള്ളിലെ പരാതികൾ പരിഹരിക്കാനുള്ള സ്ഥിരം സംവിധാനമായി ഇത് പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദവും പുനഃസംഘടനയും ചർച്ച ചെയ്യാൻ BJP കോർ കമ്മിറ്റി യോഗം തിങ്കളാഴ്ച ചേരും. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, അച്ചടക്ക സമിതിയിൽ അധ്യക്ഷയായിരിക്കുന്ന ശ്രീലേഖയ്ക്കെതിരെ ശ്രീലേഖയെ അച്ചടക്കം പഠിപ്പിക്കുന്നൊരു ചോദ്യം പാർട്ടിക്കാർ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം പാർട്ടി നേതൃത്വത്തെ പലതവണ വെട്ടിലാക്കിയിട്ടുണ്ട് ശ്രീലേഖ. അതെന്തായാലും പോട്ടെ. ഏതായാലും ഈ വിഷയത്തിൽ ശ്രീലേഖയും ജേക്കബ് തോമസിനും അടക്കമുള്ളവരെയാണോ പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്? പണം കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർ അരുൺകുമാർ, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദങ്ങൾ ഉയർന്നപ്പോൾ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാൻ ഭരണഘടനാ പ്രകാരം ഒരു അച്ചടക്ക സമിതി പാർട്ടിക്ക് വേണം. അത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അച്ചടക്ക സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. അപ്പോൾ കോർ കമ്മിറ്റി യോഗം വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ആ അച്ചടക്ക സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. അതിനകത്ത് കുമ്മനം രാജശേഖരനാണ് അതിന് നേതൃത്വം. പക്ഷേ അതിൽ R. ശ്രീലേഖയും ജേക്കബ് തോമസും ഉൾപ്പെടെയുള്ള മുൻ DGPമാർ അതിനകത്തുണ്ട്. BJPയുടെ ഭാരവാഹികൾ തന്നെയാണ് അവർ. അതോടൊപ്പം BB ഗോപകുമാറിനെ പോലെ P. കൃഷ്ണദാസിനെ പോലുള്ള ആളുകൾ ആ 11-അംഗ സമിതിയിലുണ്ട്. അവർ ഈ പരാതി, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതി പരിഹരിക്കും. തുടർന്ന് അങ്ങോട്ട് പാർട്ടിയിൽ ഇത്തരത്തിൽ വരുന്ന പരാതികളൊക്കെ പരിഹരിക്കാനുള്ള അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പരിഗണിക്കുന്ന ഒരു സ്ഥിരം പാനലായി ഇത് മാറുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും മറ്റന്നാൾ, അതായത് 10-ാം തീയതി കോർ കമ്മിറ്റി യോഗം ചേരാൻ പോവുകയാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കന്മാർ ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊരു മറുപടി പറയാൻ ഏറ്റവും നല്ലത് ഇത്തരത്തിലൊരു അച്ചടക്ക സമിതി രൂപീകരിച്ചിട്ടുണ്ട്, പരാതികളൊക്കെ അച്ചടക്ക സമിതി പരിഹരിക്കുകയാണ് അല്ലെങ്കിൽ പരിഗണിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പ്രസിഡന്റിന് കോർ കമ്മിറ്റി യോഗത്തിൽ പറയാം. കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും വ്യാപകമായി ഉണ്ടായിരുന്നു. ആ കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ഒക്കെ വിളിച്ചു. പക്ഷേ മുൻ അധ്യക്ഷന്മാരെ കൂടി ഉൾപ്പെടുത്തിയത് കോർ കമ്മിറ്റിയാക്കാൻ പ്രസിഡന്റ് കൂട്ടാക്കിയില്ല എന്നൊരു പരാതിയും ഉണ്ടായിരുന്നു. അങ്ങനെ കോർ കമ്മിറ്റി വിളിക്കുന്നില്ല എന്ന പരാതി പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തിങ്കളാഴ്ച കോർ കമ്മിറ്റി വിളിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം സ്വാഭാവികമായിട്ടും അതിൽ ചർച്ച വരും. പുനഃസംഘടനയാണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ച എന്നറിയുന്നു. 2029 തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം അജണ്ടയായി വെക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു.